തീർച്ചയായും ഞാനും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസും കേരളത്തിലെ പൊതുജനങ്ങളും എല്ലാവരും ആഗ്രഹിച്ച ഒരു തീരുമാനമാണ് ഇപ്പോൾ മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിനെ ഞങ്ങൾ രണ്ടുപേരും കേരളത്തിലെ പൊതുജനങ്ങളും സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. ഇത് ഒരു രാഷ്ട്രീയ പ്രതികാരം എന്ന നിലയിൽ ആളുകളെ വ്യാഖ്യാനിക്കുമോ? അങ്ങനെ ഇതൊരു രാഷ്ട്രീയ പ്രതികാരം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കരുതെന്നുള്ളതാണ് ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു അഭ്യർത്ഥന. ഇതൊരു അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പ്രതിഷേധിക്കുവാനുള്ള ഒരു അവകാശം വിനിയോഗിച്ചതിൻ്റെ പേരിൽ തെരുവിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് കഴിഞ്ഞ 10 വർഷക്കാലം ക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. അതിൽ പല ആളുകളും ഇപ്പോഴും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ത്രാണിയില്ലാതെ വിഷമിക്കുകയാണ്. അങ്ങനെയുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരെ പ്രതിനിധീകരിച്ച് അഭിപ്രായം പറയുവാനുള്ള അവകാശവും പ്രതിഷേധിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അത് സംരക്ഷിക്കുവാനുള്ള ഒരു പോരാട്ടമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത് കേവലം ഒരു രാഷ്ട്രീയ പ്രതികാര നടപടി അങ്ങനെ ഉണ്ടാകണമെന്നല്ല ആഗ്രഹിക്കുന്നത്. ഇതൊരു മാതൃകാപരമായ, നിയമപരമായ, ജനാധിപത്യപരമായ ഒരു നടപടി ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കൂടെ നിർദ്ദേശമായിരിക്കും ഇത്തരക്കാരെ രൂക്ഷമായി തല്ലി ഓടിക്കണം എന്നുള്ളത് മുഖ്യമന്ത്രി നിർദ്ദേശമായിരിക്കും, അങ്ങനെ കാണുന്നുണ്ടോ? തീർച്ചയായും നമ്മൾ കണ്ടതല്ലേ. ഇത് എല്ലാം എൻ്റെ ഗവൺമെൻറ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് ആദ്യം പറയുന്നു. പിന്നീട് അദ്ദേഹം കേരളം മുഴുവൻ ഈ വിഷയം വാർത്തയായപ്പോൾ ഇത് രക്ഷാപ്രവർത്തനമാണെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പൊതുസമൂഹത്തോട് ഒരു ലജ്ജയുമില്ലാതെ വിളിച്ചു പറഞ്ഞത് നമ്മളെല്ലാവരും കണ്ടതല്ലേ. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ്, അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ അത് നിയന്ത്രിക്കുന്ന വ്യക്തിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. കണ്ണൂരിൽ ചെടിച്ചട്ടി കൊണ്ട് DYFI പ്രവർത്തകരെ ഉപയോഗിച്ച് തലക്കടിപ്പിച്ചതും ഇങ്ങനെയുള്ള രക്ഷാപ്രവർത്തനം നടത്തിയതും എല്ലാം ആരാണ്? മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലും നേതൃത്വത്തിലും തന്നെയാണ്. അതിലാർക്കും തർക്കമില്ല. കേരളത്തിലെ പൊതുജനങ്ങൾക്ക് തർക്കമില്ലാത്തത് കൊണ്ടാണ് ശക്തമായൊരു തിരിച്ചടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുമ്പ് നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഉണ്ടായത്. ഇനിയിപ്പം SFIയും DYFIയും തെരുവുകളുണ്ടാവും. അപ്പോൾ UDFിൻ്റെ മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്കെതിരൊക്കെ ഇതുള്ള പ്രതിഷേധങ്ങളുണ്ടാവും. അപ്പം അവരോടും ഇങ്ങനെ ഒന്നും ചെയ്യരുതെന്നല്ലേ നമ്മുടെ എല്ലാ കാലത്തും ഇത് നിലപാടാണ്. SFIക്കാരായാലും DYFIക്കാരായാലും എല്ലാവരും മനുഷ്യരാണ്. അവരുടെ ആരോഗ്യത്തിന് മോശമായി സംഭവിക്കുന്ന അല്ലെങ്കിൽ അവരെ ദീർഘകാലം കട്ടിലിൽ കിടക്കുന്ന രീതിയിലേക്ക് അവരുടെ ആരോഗ്യാവസ്ഥ എത്തിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാലത്തും ഉണ്ടാവാൻ പാടില്ല. ജനാധിപത്യപരമായ രീതിയിൽ സമരം നടക്കുമ്പോൾ ആ സമരത്തെ ജനാധിപത്യപരമായ രീതിയിൽ തന്നെ നിയമപരമായി നേരിടുക, അതിനെ കായികമായി നേരിടരുതെന്നുള്ളതാണ് ഞങ്ങൾ രണ്ടുപേരുടെയും പൊതുസമൂഹത്തിൻ്റെയും ഒരു അഭിപ്രായം. 18 മാസമായിട്ട് മറഞ്ഞിരിക്കുന്ന നീതി ലഭിക്കുന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഈ തീരുമാനം. തീർച്ചയായും ഈ UDF സർക്കാരിൻ്റെ ഒരു പ്രത്യേകത സഹിഷ്ണുതയുള്ള, എല്ലാവരെയും കേൾക്കാൻ കഴിയുന്ന, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നാൽ അത് നടന്നുവെന്ന് പരസ്യമായി സമ്മതിക്കാൻ കഴിയുന്ന ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു തുടരന്വേഷണത്തിന് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിരിക്കുകയാണ്. അതുതന്നെ ഈ സർക്കാരിൻ്റെ ഒരു വലിയ വിശാലമായ ഒരു കാഴ്ചപ്പാടിനെയാണ് തുറന്നു കാണിക്കുന്നത്. ശക്തമായ അന്വേഷണം ഉണ്ടാവും, മാതൃകാപരമായ, നിയമപരമായ മാത്രം നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് പറയാനുള്ളത്. തീർച്ചയായും ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ ദിവസം കൊണ്ട് നടപടിയെടുത്ത് എല്ലാം ശുദ്ധീകരിക്കാമെന്നൊന്നും വിചാരിക്കുന്നത് പ്രായോഗികമല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അന്വേഷണം നടക്കട്ടെ, അത് ജനാധിപത്യപരമായ രീതിയിൽ, നിയമപരമായ രീതിയിൽ അന്വേഷണം നടന്നതിന് ശേഷം മാത്രം നടപടി മതി എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ലോകം മുഴുവൻ ചർച്ച ചെയ്തതാണ്, ലോകം മുഴുവൻ കണ്ടതാണ്. പക്ഷേ കേരളത്തിൻ്റെ ആദരണീയനായ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം അത് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, എൻ്റെ ഗവൺമെൻറ് ആരെയും ആക്രമിച്ചിട്ടില്ല, എൻ്റെ ഗവൺമെൻറ് അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്ന് ഇപ്പോഴും പറ്റുമെങ്കിൽ ഇപ്പോഴും പറയാൻ തയ്യാറാകുന്ന മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. അതിൽ നമുക്കൊന്നും പറയാനില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.